നമസ്കാരം. വേ ടു കരിയർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കൂട്ടുകാർക്കും മറ്റുമായി ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇന്ത്യ ചരിത്ര ഭാഗത്ത് 1857 കലാപം എന്ന ടോപ്പിക്ക് ഒരുവിധം എല്ലാ എക്സാമുകൾക്കും ചോദിക്കുന്ന പൊതുവായിട്ടുള്ള ഒരു പോർഷനാണ്. നമുക്ക് 1857 കലാപം പഠിക്കുന്നതിനോടൊപ്പം തന്നെ ആ സമയം മുതൽ ഇന്ത്യയിലുണ്ടായിരുന്ന വൈസ്രോയിമാരെക്കുറിച്ചും പഠിക്കേണ്ടതാണ് അല്ലേ. അപ്പോൾ 1856 വരെ എന്തായിരുന്നു, 1857 വരെ ഗവർണർ ജനറലായിരുന്നു ഇന്ത്യയിലുണ്ടായിരുന്നത് അല്ലേ. 1857 കലാപത്തിന് ശേഷം ഗവർണർ ജനറൽ എന്ന സ്ഥാനം മാറി അവിടേക്ക് എന്ത് സ്ഥാനം വരുന്നു, വൈസ്രോയി എന്ന സ്ഥാനം വരുന്നു. അപ്പോൾ ഈ രണ്ട് കാലഘട്ടങ്ങളിലും 57 മുൻപും 57 ശേഷവും ആ സമയത്ത് ഉണ്ടായിരുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, ക്യാനിങ് പ്രഭു എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം അവസാനത്തെ ഗവർണർ ജനറൽ ആണെന്നും ആദ്യത്തെ വൈസ്രോയി ആണെന്നും നമുക്ക് പറയാനായിട്ട് പറ്റും. അതായത് അദ്ദേഹം ചുമതലയേൽക്കുന്നത് 1856 അദ്ദേഹം ഗവർണർ ജനറലായിട്ട് ചുമതലയേൽക്കുന്നത് എന്നാണ് 1856. എന്നാൽ 1857 വിപ്ലവത്തിന് ശേഷം 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരപ്രകാരം എന്ത് ചെയ്യുന്നു, ഗവർണർ ജനറൽ എന്ന സ്ഥാനം മാറുകയും ആ സ്ഥാനത്തേക്ക് വൈസ്രോയി എന്നൊരു പദവി കൊണ്ടുവരികയും ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു, ഗവർണർ ജനറൽ എന്ന സ്ഥാനത്ത് നിന്ന് വൈസ്രോയി എന്ന സ്ഥാനത്തേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം പറയുമ്പോൾ നമുക്ക് 1856 മുതൽ പറയേണ്ടി വരും. 1856 മുതൽ 1862 വരെയാണ് അദ്ദേഹം ഈ പദവി വഹിച്ചിരുന്നത് എന്ന് ആലോചിച്ച് വെച്ചേക്കാം. അതിൽ തുടക്ക സമയത്ത് അദ്ദേഹം ഗവർണർ ജനറൽ ആയിരുന്നുവെന്നും പിന്നീട് അദ്ദേഹം വൈസ്രോയി ആയിട്ട് മാറുകയായിരുന്നുവെന്നും ആലോചിച്ച് വെച്ചേക്കാം. PSC പലതവണ ചോദിച്ചിട്ടുണ്ട്, അവസാനത്തെ ഗവർണർ ജനറൽ ആരാണ്, ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാന ഗവർണർ ജനറൽ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ക്യാനിങ് പ്രഭു ആണ്. ഇനി ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആരാണ് എന്ന് ചോദിച്ചാൽ അത് ആര് തന്നെയാണ്, ക്യാനിങ് പ്രഭു തന്നെയാണ്. ക്യാനിങ് പ്രഭുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഓർത്ത് വെക്കാനുള്ളത്, അദ്ദേഹം 1856 അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസ്സാക്കിയത് ക്യാനിങ് പ്രഭുവാണ്. ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസ്സാക്കിയത് ആരാണ്, ക്യാനിങ് പ്രഭുവാണ്. 1856 അദ്ദേഹത്തെക്കുറിച്ചുള്ള ആദ്യത്തെ പോയിന്റ് അതൊന്ന് ആലോചിച്ച് വെച്ചേക്കാം. അതിനുശേഷം കൽക്കട്ട, ബോംബെ, മദ്രാസ് എന്നിവിടങ്ങളിലായിട്ട് സർവകലാശാലകൾ സ്ഥാപിച്ചതും ആര് തന്നെയാണ്, ക്യാനിങ് പ്രഭുവിന് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്, കൽക്കട്ട, മദ്രാസ്, ബോംബെ എന്നീ സ്ഥലങ്ങളിൽ സർവകലാശാലകൾ സ്ഥാപിതമായപ്പോഴത്തെ ഭരണാധികാരി ആരാണ്, അല്ലെങ്കിൽ ആ സമയത്തെ ഗവർണർ ജനറൽ ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്, അത് ക്യാനിങ് പ്രഭുവാണ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല ഏതാണെന്ന് വെച്ചാൽ കൽക്കട്ട സർവകലാശാലയാണ്. പറയുന്ന ഓരോ പോയിന്റുകളും നോട്ട് ചെയ്ത് വെക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല കൽക്കട്ട സർവകലാശാല. 1857 കൽക്കട്ട സർവകലാശാല സ്ഥാപിതമാകുന്നത്. ബോംബെ, മദ്രാസ് എന്നിവിടങ്ങളിലും ഇതേ വർഷം തന്നെ സർവകലാശാലകൾ പണിതിരുന്നു. ആദ്യത്തെ സർവകലാശാല ഏതാണെന്ന് വെച്ചാൽ അത് കൽക്കട്ട സർവകലാശാലയാണ്, ആലോചിച്ച് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ 56 മുതലാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. 56 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസ്സാക്കിയത്. 1857 കൽക്കട്ട സർവകലാശാല സ്ഥാപിച്ചത്. കൂടാതെ ബോംബെ, മദ്രാസ് എന്നിവിടങ്ങളിലും ക്യാനിങ് പ്രഭുവിൻ്റെ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, സർവകലാശാലകൾ സ്ഥാപിച്ചിട്ടുണ്ട്. 1857 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് അതിൻ്റെ അനന്തരഫലം എന്നോണം 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബര പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ആദ്യത്തെ വൈസ്രോയി ആയി നിയമിതനാകുന്നുണ്ട്. വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം 1858 നവംബറിൽ അലഹബാദ് ദർബാറിൽ വെച്ച് വായിച്ചതാരാണെന്ന് വെച്ചാൽ അത് ക്യാനിങ് പ്രഭുവാണ്. വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരത്തിൽ ഈ വൈസ്രോയി എന്ന സ്ഥാനം മാത്രമല്ല മറ്റു ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ വിളംബരം വായിക്കുന്നത് ആരാണ്, ക്യാനിങ് പ്രഭുവാണ്. ബ്രിട്ടീഷ് രാജ്ഞിയുടെ ഒരു പ്രതിനിധിയായിട്ടാണല്ലോ അദ്ദേഹം ഇവിടെ ഇന്ത്യയിലേക്ക് എത്തുന്നത്, ക്യാനിങ് പ്രഭു ഇന്ത്യയിലേക്ക് എത്തുന്നത്. അപ്പോൾ അലഹബാദിലെ ദർബാറിൽ വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ക്യാനിങ് പ്രഭു ഈ വിളംബരം വായിക്കുന്നുണ്ട്. ഇന്ത്യൻ ജനതയുടെ മേലുള്ള അധികാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ക്രൗണിലേക്ക് മാറ്റുന്നു എന്നൊരു വിളംബരമാണ് അന്ന് പുറപ്പെടുവിക്കുന്നത്. ക്രൗൺ എന്ന് പറയുമ്പോൾ രാജാധികാരത്തിലേക്ക് മാറ്റുന്നു എന്നുള്ള രീതി പറയുകയാണ്. ഇന്ത്യൻ ജനതയുടെ മേലുള്ള അധികാരം നിലവിൽ ആർക്കായിരുന്നു, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കായിരുന്നു. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നീചമായ പ്രവർത്തനങ്ങളുടെയൊക്കെ ഫലമായിട്ടൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നത്, അല്ലെങ്കിൽ അതും ഒരു കാരണമായിട്ടുണ്ട്. അപ്പോൾ അതിനെ തുടർന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷ് രാജ്ഞി അധികാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് രാജ്ഞി തന്നെ ഏറ്റെടുക്കുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഗവർണർ ജനറൽ എന്ന സ്ഥാനം മാറ്റി വൈസ്രോയി എന്ന സ്ഥാനവും ഈ കൂട്ടത്തിൽ ആർക്ക് കൊടുക്കുന്നുണ്ട്, ക്യാനിങ് പ്രഭുവിന് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ 56 എന്ത് ചെയ്യുന്നുണ്ട്, ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസ്സാക്കുന്നുണ്ട്. 57 ഇന്ത്യയിലെ ആദ്യ സർവകലാശാലയായ കൽക്കട്ട സർവകലാശാല ഉൾപ്പെടെ ബോംബെ, മദ്രാസ് എന്നീ സർവകലാശാലകൾ സ്ഥാപിക്കുന്നുണ്ട്. 1858 അദ്ദേഹം വൈസ്രോയി സ്ഥാനം ഏൽക്കുന്നുണ്ട്. ഇനി 1859 അദ്ദേഹം ബംഗാൾ റെന്റ് ആക്ട് കൊണ്ടുവരുന്നത്. എന്താണ് ബംഗാൾ റെന്റ് ആക്ട്? ഒരു കാര്യം ഓർക്കുക, നമുക്ക് ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു നഗരം എന്ന് പറയുന്നത് നമ്മുടെ തലസ്ഥാന നഗരിയായിട്ടുള്ള ന്യൂഡൽഹിയാണ്. എന്നാൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ സമയത്ത് ഒരുവിധം എല്ലാ കാര്യങ്ങളുടെയും കേന്ദ്രമായിട്ടൊക്കെ വരുന്നത് കൊൽക്കത്തയാണ്. അല്ലെങ്കിൽ അവരുടെ ഭരണ കേന്ദ്രം തന്നെ എവിടെയായിരുന്നു? കൊൽക്കത്തയായിരുന്നു. അപ്പോൾ കൊൽക്കത്തയിലാണ് ഒരുവിധം കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നത്, ആദ്യം നടക്കുന്നത്. അല്ലെങ്കിൽ ബംഗാളിലാണ് ആദ്യം നടക്കുന്നതെന്ന് ആലോചിച്ച് വെച്ചേക്കാം. അപ്പോൾ അദ്ദേഹം 1859 എന്ത് കൊണ്ടുവരുന്നുണ്ട്? ബംഗാൾ റെന്റ് ആക്ട് കൊണ്ടുവരുന്നുണ്ട്. ബംഗാൾ റെന്റ് ആക്ട് എന്തിനാണ് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ, ബംഗാളിലെ കർഷകരെ ജന്മിമാരുടെ പീഡനങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ലോർഡ് കാനിങ് കൊണ്ടുവന്ന ഒരു നിയമമാണ് ബംഗാൾ റെന്റ് ആക്ട് എന്ന് പറയുന്നത്. ബംഗാളിലെ കർഷകരെ അവിടെയുള്ള ജന്മിമാരുടെ പീഡനങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ലോർഡ് കാനിങ് കൊണ്ടുവന്ന ഒരു നിയമമാണ് ഇതെന്ന് പറയുന്നത് ബംഗാൾ റെന്റ് ആക്ട് 1859. ബംഗാൾ പാട്ടവ്യവസ്ഥയിലൂടെ വർദ്ധിച്ചു വരുന്ന പാട്ടബാധ്യതകളിൽ നിന്ന് കുടിയന്മാർക്ക് ഈ നിയമം മൂലം സംരക്ഷണം ലഭിക്കുകയാണ് ചെയ്തത്. ബംഗാൾ പാട്ടവ്യവസ്ഥയിലൂടെ വർദ്ധിച്ചു വരുന്ന പാട്ടബാധ്യതകൾ, അവർക്കൊരു ബംഗാളിൽ ഒരു പാട്ടവ്യവസ്ഥ നടപ്പിലാക്കിയിരുന്നു. അതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, കർഷകർക്ക് പാട്ടബാധ്യത കൂടി വരുന്നുണ്ട്. അതായത് അവർക്ക് വിളവ് ലഭിച്ചില്ലെങ്കിലും ഈ പാട്ടബാധ്യത എന്താണ്, നമുക്ക് തിരികെ അടയ്ക്കാൻ വയ്യാത്തത് മൂലം അതിൻ്റെ ബാധ്യത എന്ത് ചെയ്യുന്നുണ്ട്, കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുടിയാന്മാർക്ക് ഒരു മോചനം ലഭിക്കാനായിട്ടാണ് ബംഗാൾ റെന്റ് ആക്ട് ആര് കൊണ്ടുവരുന്നത്? കാനിങ് പ്രഭു കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു കാര്യം ആലോചിക്കുക, എന്താണ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് രാജ്ഞി ഭരണം ഏറ്റെടുത്തു എന്നൊരു കാരണം കൊണ്ട് തന്നെ ആ സമയത്ത് കുറച്ച് നല്ല കാര്യങ്ങൾ ഇന്ത്യയിൽ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അവിടെയുള്ള കർഷകർക്ക് വേണ്ടിയിട്ടും അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരു ഭയങ്കരമായിട്ട് നല്ല കാര്യങ്ങൾ ആ സമയത്ത് നടന്നു എന്നല്ല, എങ്കിലും കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് െന്ന് ആലോചിച്ച് വെച്ചേക്കാം കാനിങ് പ്രഭുവിൻ്റെ കാലത്ത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ബംഗാളിലെ കുടിയാന്മാർക്ക് നമ്മുടെ ബംഗാൾ റെന്റ് ആക്ട് മൂലം ഗുണമാണ് ഉണ്ടായത് എന്ന് ആലോചിച്ച് വെച്ചേക്കാം. 1859 തന്നെയാണ് ബ്രിട്ടീഷ് പട്ടാളക്കാർക്കിടയിൽ വൈറ്റ് മ്യൂട്ടിനി നടന്നത്. വൈറ്റ് മ്യൂട്ടിനി നടന്നതും ഈ സമയത്താണ് 1859. അപ്പോൾ ഈ കാലഘട്ടത്തിൽ എന്തൊക്കെ നടന്നു എന്ന് ആലോചിച്ച് വെച്ചേക്കാം. വൈറ്റ് മ്യൂട്ടിനി നടന്ന സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? കാനിങ് പ്രഭുവാണ്. മിക്കപ്പോഴും വൈസ്രോയിമാരെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഒരു സംഭവം പറയും, ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വൈസ്രോയി ആരാണ് എന്നുള്ള രീതിയിലാണ് വൈസ്രോയിമാരെ കുറിച്ച് കൂടുതലായും ചോദിക്കുന്നത്. എല്ലാ പോയിന്റുകളും ക്ലിയർ ആയിട്ട് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കിടയിൽ വൈറ്റ് മ്യൂട്ടിനി നടന്ന വർഷം 1859. ഇത് ആരുടെ ഭരണകാലത്താണ്? കാനിങ് പ്രഭുവിൻ്റെ ഭരണകാലത്താണ്. കാനിങ് പ്രഭു മറ്റൊരു പ്രധാനപ്പെട്ട നിയമം പിൻവലിക്കുന്നുണ്ട്. 1859 കാനിങ് പ്രഭു ദത്തവകാശ നിരോധന നിയമം പിൻവലിക്കുന്നുണ്ട്. ഓക്കെ, ദത്തവകാശ നിരോധന നിയമം പിൻവലിക്കുന്നത് ആരാണ്? കാനിങ് പ്രഭുവാണ്. പിൻവലിക്കുന്നത് കാനിങ് പ്രഭുവാണ്. അങ്ങനെയാണെങ്കിൽ ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവരുന്നത് ആരാണ്? അത് ഡൽഹൌസി പ്രഭുവാണ് കേട്ടോ. ഒന്ന് ആലോചിച്ച് വെച്ചേക്കാം. ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവരുന്നത് ഡൽഹൌസി പ്രഭുവാണ്, പിൻവലിക്കുന്നത് കാനിങ് പ്രഭുവാണ്. 1848 ഡൽഹൌസി പ്രഭു ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കുന്നത്. 1859 ആവുമ്പോഴേക്കും അത് കാനിങ് പ്രഭു പിൻവലിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 1857 കലാപമൊക്കെ നടന്നതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ നേരിടുന്നുണ്ട്. അപ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, കമ്മി ബജറ്റിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം സാമ്പത്തിക ഘടന മൊത്തത്തിലൊന്ന് പുനഃസംവിധാനം ചെയ്യുകയുണ്ടായി. ആരാണ്? കാനിങ് പ്രഭു. സാമ്പത്തിക വിദഗ്ധരുടെ സഹായത്തോടെയാണ് അദ്ദേഹം ചെയ്യുന്നത്. ജെയിംസ് വിൽസൺ, സാമുവൽ സെയിലിംഗ് തുടങ്ങിയവരൊക്കെയാണ് അതിന് സഹായിച്ചത്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി, ഇത്ര ആലോചിച്ചാൽ മതി. ജെയിംസ് വിൽസനെ ഒന്ന് ആലോചിച്ച് വെച്ചേക്കാം, നമുക്ക് ആവശ്യമുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ സഹായത്തോടെ എന്ത് ചെയ്യുന്നുണ്ട്, മൊത്തത്തിലൊരു സാമ്പത്തിക പുനഃസംഘടന അദ്ദേഹം നടത്തുന്നുണ്ട്. പുതിയ നികുതികൾ കൊണ്ടുവരികയും ഭരണപരമായിട്ടുള്ള സൈനികവും ഭരണപരമായ ചെലവുകളൊക്കെ ഒന്ന് വെട്ടിച്ചുരുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മുടെ കാനിങ് പ്രഭു ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ അദ്ദേഹം കൊണ്ടുവരുന്ന ഒരു നികുതിയാണ് ആദായ നികുതി അഥവാ വരുമാന നികുതി കേട്ടോ. ആദായ നികുതി അല്ലെങ്കിൽ വരുമാന നികുതി ആരംഭിച്ച വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? കാനിങ് പ്രഭു ആണ്. ആദായ നികുതി അല്ലെങ്കിൽ വരുമാന നികുതി ആരംഭിച്ച വൈസ്രോയി ആണ് കാനിങ് പ്രഭു. ഇന്ത്യയിലെ ബജറ്റ് സമ്പ്രദായം നടപ്പിലാക്കിയ വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാലും ആരാണ്? കാനിങ് പ്രഭു ആണ്. അദ്ദേഹം ഒരു സാമ്പത്തികമായിട്ടൊരു പുനഃസംഘടന കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ബജറ്റ് സംവിധാനവും കൊണ്ടുവരുന്നത്. ഇന്ന കാര്യങ്ങൾക്കായിട്ട് ഇത്ര രൂപ ചിലവാക്കണം എന്നുള്ള രീതിയിലൊക്കെ ആദ്യമായിട്ട് ബജറ്റ് കൊണ്ടുവരുന്നതും കാനിങ് പ്രഭുവിൻ്റെ സമയത്താണ്. ഓക്കെ, കാനിങ് പ്രഭുവിൻ്റെ കാലത്ത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചത് ആരാണെന്ന് വെച്ചാൽ അത് ജെയിംസ് വിൽസൺ ആണ്. ആലോചിച്ച് വെച്ചേക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജെയിംസ് വിൽസൻ്റെയൊക്കെ സഹായത്തോടെയാണ് അദ്ദേഹം സാമ്പത്തിക പുനഃസംഘടന നടത്തുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്,
കാനിങ് പ്രഭുവിൻ്റെ കാലത്ത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചത് ആരാണെന്ന് വെച്ചാൽ അത് ജെയിംസ് വിൽസൺ ആണ്. 1860 ഇന്ത്യയിൽ ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിക്കുന്നത്. ആലോചിച്ച് വെച്ചേക്കുക. 1860 ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചത്, ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? ജെയിംസ് വിൽസൺ ആണ്. ഓക്കെ ആണല്ലോ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംവിധാനം 1860 വരുന്നുണ്ട്. നമ്മുടെ അടുത്ത കാലത്ത് വരെ അത്രമേൽ പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് ഏതെന്ന് പറയുന്നത്? ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ പീനൽ കോഡ് പാസ്സാക്കുന്നത് 1860 കാനിങ് പ്രഭുവാണ്. ആലോചിച്ച് വെച്ചേക്കാം. ഇന്ത്യൻ പീനൽ കോഡ് പാസ്സാക്കുന്നത് ആരാണ്? 1860 കാനിങ് പ്രഭുവാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമം അഥവാ ഇന്ത്യൻ പീനൽ കോഡ് ആലോചിച്ച് വെച്ചോളാം കേട്ടോ. രണ്ടും ഒന്നാണെന്ന് ആലോചിക്കുക. ഇന്ത്യൻ പീനൽ കോഡ് അഥവാ ഇന്ത്യൻ ശിക്ഷാ നിയമം പാസ്സാക്കുന്നത് കാനിങ് പ്രഭുവിൻ്റെ കാലത്ത് 1860 ഓക്കെ ആണല്ലോ. ഇന്ത്യൻ പീനൽ കോഡ് പാസ്സാക്കിയ സമയത്തെയെന്നോ ഇന്ത്യൻ പീനൽ കോഡ് നിലവിൽ വന്ന സമയത്തെ വൈസ്രോയി എന്നോ ചോദിച്ചാൽ കാനിങ് പ്രഭു തന്നെയാണ്. ഇന്ത്യൻ പീനൽ കോഡ് പാസ്സാക്കുന്നത് 1860 ഇന്ത്യൻ പീനൽ കോഡ് അഥവാ ഇന്ത്യൻ ശിക്ഷാ നിയമം നിലവിൽ വരുന്നത് 1862 ജനുവരി 1 1862 ജനുവരി 1 ഇന്ത്യൻ ശിക്ഷാ നിയമം അഥവാ IPC എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നത്. ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് തോമസ് മെക്കാളെയാണ്. ആരെയാണ്? തോമസ് മെക്കാളെ അഥവാ മെക്കാളെ പ്രഭുവിനെയാണ് ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത്. 1860 ഇന്ത്യൻ പീനൽ കോഡ് അഥവാ ഇന്ത്യൻ ശിക്ഷാ നിയമം പാസ്സാക്കി കാനിങ് പ്രഭുവാണ് കൊണ്ടുവരുന്നത്. 1862 ജനുവരി 1 ഇന്ത്യൻ ശിക്ഷാ നിയമം നിലവിൽ വന്നു. ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് തോമസ് മെക്കാളെയാണ്. ഓക്കെ ആണല്ലോ ഇത്രയും പോയിന്റുകൾ. 1856 കാനിങ് പ്രഭു അധികാരത്തിന് വന്നതിന് ശേഷം നടന്ന ഓരോ വർഷവും നടന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 1860 IPC വരെയാണ് നമ്മൾ പറഞ്ഞത്. 1861 പാസ്സാക്കിയ മറ്റൊരു നിയമമാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് എന്ന് പറയുന്നത്. ഏതാണ്? ഇന്ത്യൻ കൗൺസിൽ ആക്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് പാസ്സാക്കിയത്? ഇന്ത്യയിൽ ഒരു വകുപ്പ് വിഭജന സമ്പ്രദായം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ സിസ്റ്റം എന്ന് പറയും. പോർട്ട്ഫോളിയോ സിസ്റ്റം അഥവാ വകുപ്പ് വിഭജന സമ്പ്രദായം. അതായത് ഓരോ വ്യക്തികൾക്കും അവരുടെ എക്സിക്യൂട്ടീവിലുള്ള ഓരോ വ്യക്തികൾക്കും പ്രത്യേകം വകുപ്പുകൾ ചുമതലപ്പെടുത്തി കൊടുത്തുകൊണ്ട് ഭരണം നടത്തുന്നു. അതാണ് വകുപ്പ് വിഭജന സമ്പ്രദായത്തിലൂടെ അവർ ചെയ്തത്. ഈ ആക്ട് പ്രകാരം വൈസ്രോയുടെ ഭരണസമിതിയിൽ ഒരു സാമ്പത്തിക കാര്യാംഗത്തെ ഉൾപ്പെടുത്തിയിരുന്നു. സമിതിയിലെ അംഗങ്ങൾക്ക് പ്രത്യേക വകുപ്പുകളുടെ ചുമതലയും നൽകിയിരുന്നു. ഏത് നിയമപ്രകാരം? ഇന്ത്യൻ കൗൺസിൽ ആക്ട് പ്രകാരം. ഇന്ത്യൻ കൗൺസിൽ ആക്ട് പാസ്സാക്കിയത് എന്നാണ്? 1861. അപ്പോൾ ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1861 പ്രകാരമാണ് ഇന്ത്യയിൽ വകുപ്പ് വിഭജന സമ്പ്രദായം കാനിങ് പ്രഭു കൊണ്ടുവരുന്നതെന്ന് ആലോചിച്ച് വെച്ചേക്കാം. 1861 തന്നെ പാസ്സായ മറ്റ് നിയമങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇന്ത്യൻ സിവിൽ സർവീസ് ആക്റ്റും ഇന്ത്യൻ പോലീസ് ആക്റ്റുമാണ്. ഓക്കെ, 1860 വന്നത് ഏതാണ്? IPC ആണ്. 1860 പാസ്സായ നിയമമാണ് IPC, ഇന്ത്യൻ പീനൽ കോഡ് അഥവാ ഇന്ത്യൻ ശിക്ഷാ നിയമം. 1861 വന്നതാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട്, ഇന്ത്യൻ സിവിൽ സർവീസ് ആക്ട്, ഇന്ത്യൻ പോലീസ് ആക്ട്. ഇന്ത്യൻ കൗൺസിൽ ആക്ട് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലൊരു സിവിൽ സർവീസ് ആക്ട് വരുന്നത് 1861 ഈ 1861 വരുന്ന സിവിൽ സർവീസ് ആക്ട് ഇന്ത്യക്കാർക്ക് പ്രയോജനപ്പെടും എന്നുള്ള രീതിയിൽ കൊണ്ടുവരുന്ന ഒരു നിയമമാണ്. അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് നോക്കുമ്പോൾ ഇന്ത്യക്കാർക്ക് പ്രയോജനം ഉണ്ടല്ലോ, അവർക്കും കൂടി എഴുതാമല്ലോ എന്ന് തോന്നിക്കുന്ന ഒരു നിയമമാണ്. പക്ഷേ ഈ സിവിൽ സർവീസ് എക്സാം നടക്കുന്ന എവിടെ വെച്ചാണ്? ലണ്ടനിൽ വെച്ചാണ്. ലണ്ടൻ. അപ്പോൾ ഒരു കാര്യം ആലോചിക്കണം, വളരെ ചുരുക്കം, ചിലപ്പോൾ 1-2 പേർക്ക് ഇന്ത്യക്കാർക്കൊക്കെ മാത്രമേ ലണ്ടനിൽ പോയി എക്സാം എഴുതാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ സിവിൽ സർവീസ് ആക്ടിൻ്റെ പ്രത്യേകത ലണ്ടനിൽ വെച്ചാണ് ഇതിൻ്റെ പരീക്ഷ നടക്കുന്നതെന്ന് ആലോചിച്ച് വയ്ക്കുക. 1861 സിവിൽ സർവീസ് ആക്ട് പ്രകാരം. ഓക്കെ, ഇന്ത്യയിൽ നിന്ന് ഒരു ആദ്യത്തെ ഇന്ത്യൻ സിവിൽ സർവീസ് പാസ്സാകുന്ന ആദ്യത്തെ ഇന്ത്യൻ എന്ന് പറയുന്നത് ആരാണ്? സത്യേന്ദ്രനാഥ ടാഗോറാണ് കേട്ടോ. 1863 ഫസ്റ്റ് ഇന്ത്യൻ ആയിട്ട് ആര് മാറുന്നത്? സത്യേന്ദ്രനാഥ ടാഗോർ മാറുന്നത്. ഓക്കെ, സിവിൽ സർവീസ് എക്സാം അഡ്മിറ്റ് ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാരാണ്? സത്യേന്ദ്രനാഥ ടാഗോറാണ്. ഒന്ന് ആലോചിച്ച് വയ്ക്കുക, സത്യേന്ദ്രനാഥ ടാഗോർ. ഓക്കെ, ഇന്ത്യൻ പോലീസ് ആക്ട് പാസ്സാക്കുന്നതും 1861 ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് പാസ്സാക്കുന്നതും 1861 ഇന്ത്യൻ സിവിൽ സർവീസ് ആക്ട്, ഇന്ത്യൻ പോലീസ് ആക്ട്, ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് ഇത്രയും 1861 ഇത് കൂടാതെ ഏതുകൊണ്ട്? ഇന്ത്യൻ കൗൺസിൽ ആക്ടും കൂടിയുണ്ട്. ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് പ്രകാരം അവരുടെ ഓരോ ഭരണകേന്ദ്രങ്ങളിൽ എന്ത് ചെയ്യുന്നു? ഓരോ ഹൈക്കോടതികൾ സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. 1861 വന്ന 4 നിയമങ്ങളുടെ കാര്യം പറഞ്ഞു.
1861 തന്നെയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നിലവിൽ വരുമ്പോൾ വൈസ്രോയി കാനിങ് പ്രഭു ആണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ ആരാണ്? അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണ്. ആർക്കിയോളജിക്കൽ സർവേയുടെ സ്ഥാപകനും ആർക്കിയോളജിക്കൽ സർവേയുടെ ആദ്യത്തെ ഡയറക്ടറും ആര് തന്നെയാണ്? അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണ്. ഓർത്തു വെച്ചേക്കുക, 1861 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത്. ഇത് സ്ഥാപിച്ചത് അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണ്. ഇതിൻ്റെ ആദ്യത്തെ ഡയറക്ടർ എന്ന് പറയുന്നതും അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ, സ്ഥാപകൻ എന്നിങ്ങനെയൊക്കെ ചോദിച്ചാൽ ആരാണ്? അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണ്. ഇതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഓക്കെ, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാൽ ആരാണത്? കാനിങ് പ്രഭു ആണ്. കാനിങ് പ്രഭു. ഓക്കെ ആണല്ലോ. 1858 മുതൽ നമ്മുടെ, അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഭാരതം സ്വതന്ത്രമാകുന്നത് വരെ 20 ഭരണാധികാരികളാണ് ബ്രിട്ടീഷ് ഇന്ത്യ ഭരിച്ചത്. ഓക്കെ, 20 ഭരണാധികാരികളാണ് ഭരിച്ചത്. അതിൽ ആദ്യത്തെ വൈസ്രോയി ആണ് ആരെന്ന് പറയുന്നത്? കാനിങ് പ്രഭു എന്ന് പറയുന്നത്. ഗവർണർ ജനറലായ ശേഷം വൈസ്രോയി ആയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? കാനിങ് പ്രഭു. കാനിങ് പ്രഭു. എന്നാൽ വൈസ്രോയി ആയതിനു ശേഷം ഗവർണർ ജനറലാകുന്ന ഒരു വ്യക്തിയുണ്ട് കേട്ടോ. നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിലേക്ക് മാറുമ്പോഴാണ്, ഇന്ത്യ സ്വതന്ത്രമാവുന്നതോട് കൂടിയിട്ടാണ് അങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. ഓക്കെ, അപ്പം ഗവർണർ ജനറലായ ശേഷം വൈസ്രോയി ആകുന്ന ആദ്യ വ്യക്തിയാണ്, അല്ലെങ്കിൽ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? കാനിങ് പ്രഭു എന്ന് പറയുന്നത്. വൈസ്രോയി ആയതിനു ശേഷം ഗവർണർ ജനറലായ വ്യക്തി ആരെന്ന് വെച്ചാൽ അത് മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. നമുക്കിനി പോകെ പോകെ നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. അപ്പോൾ ആകെ 1858 മുതൽ നമ്മുടെ സ്വതന്ത്രമാകുന്ന വരെ 1947 വരെ 20 വൈസ്രോയിമാരാണ് മാറി മാറി വന്നിട്ടുള്ളത്. അതൊന്ന് ആലോചിച്ച് വെച്ചേക്കാം. കാനിങ് പ്രഭുവിനെ കുറിച്ചുള്ള ഇത്രയും കാര്യങ്ങൾ എല്ലാവരും നന്നായിട്ട് ഓർത്ത് വെച്ചേക്കാം. ഇനി നമുക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, ഒന്നാം സ്വാതന്ത്ര്യ സമരം പഠിക്കാനുണ്ട്. അതിനോടൊപ്പം തന്നെ വൈസ്രോയിമാരുടെ ക്ലാസ്സും പോകുന്നതാണ് കേട്ടോ. നിങ്ങൾ ക്ലാസ്സുകൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കൂട്ടുകാർക്കും മറ്റുമായി ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുവാനും മറക്കരുത്. താങ്ക്